എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ദേവേട്ടൻ രാവിലെ പോയതാ, ഇതുവരെ വന്നില്ല. അതിന് നീ എന്തിനാ ഇവിടെ കാത്തിരിക്കുന്നത്? അവൻ വന്നോളും. ഞാൻ കൊറേ വിളിച്ചു, ഫോൺ എടുക്കുന്നില്ല. ദേവൻ കുഞ്ഞിന്റെ കാര്യത്തില് നീ എന്തിനെത്ര ആദ്യ പിടിക്കുന്നേ? അവൻ വരേ പോവേ എന്തെങ്കിലും ചെയ്യട്ടെ, നിനക്കെന്താ കാര്യം? നിനക്കിങ്ങനെ കാത്തിരിക്കേണ്ട ആവശ്യം എന്താ? നിന്റെ ആരാ അവൻ? ചില ദിവസം ആയമയും ദേവേട്ടനെ കാത്തിരിക്കാറുണ്ടല്ലോ. ആയമയുടെ ആരെങ്കിലും ആയിട്ടാണോ ദേവേട്ടൻ? ഞാനേ ദേ ഈ കൈകളിലിട്ട് വളർത്തിയതാ അവനെ. അതുകൊണ്ടാ ഞാൻ അവനെ കാത്തിരിക്കുന്നേ. നിനക്ക് കാത്തിരിക്കേണ്ട കാര്യം എന്താ? സത്യം പറയാലോ, കഴിഞ്ഞ ദിവസം നിന്നെ പോലീസുകാർ പിടിച്ചോണ്ട് പോയപ്പോഴാ ഞാൻ നമ്മുടെ സഹപ്രവർത്തകരുടെ സ്വഭാവം ശരിക്കും മനസ്സിലാക്കിയത്. ആരുടെ കാര്യ? ആൾക്കാരെ ഒന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ ഒറ്റ എണ്ണത്തിന് നീ വിശ്വസിച്ചേക്കരുത്. എല്ലാം സ്വാർത്ഥമതികളാ. ലോകത്ത് പല സ്വഭാവക്കാരില്ലേ, എല്ലാവരെയും നമുക്കെങ്ങനെ നന്നാക്കാൻ പറ്റുമോ? ഇത് തന്നെയാ അന്ന് ടീച്ചർമാരിൽ ഒരാൾ ചോദിച്ചത്, അല്ലി ടീച്ചർ എന്തിനാ നാട് നന്നാക്കാൻ നടക്കുന്നേന്ന്. നാട്ടിൽ പല സ്വഭാവക്കാരും ഉണ്ടല്ലോന്ന്. അവർക്ക് അവരുടെ വഴി, എനിക്ക് എന്റെ വഴി. നമുക്ക് അവരെ കുറിച്ചൊന്നും ചിന്തിക്കേ വേണ്ട സുനന്ദേ. ചിലരങ്ങനെയാ, സമൂഹത്തെ കുറിച്ച് പോയിട്ട് സ്വന്തം ജീവിതത്തോട് പോലും ഉത്തരവാദിത്വമില്ലാത്തവര്. അവരെ ഒന്നും നമ്മൾ കണക്കിലെടുക്കേ വേണ്ട. എനിക്ക് ഏറ്റവും സങ്കടം തോന്നിയത് ഒരു ടീച്ചർ പറയുന്നത് കേട്ടപ്പോഴാ. കുട്ടികൾ ഒളിച്ചും പാത്തും സിഗരറ്റും ബീഡിയും വലിക്കുന്നത് അവർ പല പ്രാവശ്യം കണ്ടിട്ടുണ്ടത്രേ. ഈ പ്രായത്തില് ചില കുട്ടികൾക്ക് ഇങ്ങനെയൊക്കെയുള്ള ദുസ്വഭാവങ്ങൾ ഉണ്ടാകും, അതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചു നടക്കുന്നതാ നല്ലതെന്ന്. എനിക്ക് എന്തെങ്കിലും അധികാരം ഉണ്ടായിരുന്നെങ്കിൽ അപ്പോഴേ ഞാൻ അവരെ ഡിസ്മിസ് ചെയ്തേനെ. ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ, എന്നിട്ട് വേണം സ്കൂളിലെ ഇത്തരം സ്വഭാവക്കാരെ കണ്ടുപിടിച്ച് നേർവഴിക്ക് കൊണ്ടുവരാൻ. ദേ നോക്ക്, ആദ്യം പറഞ്ഞേക്കാം, സ്റ്റാഫ് കൂടെ നിൽക്കുന്ന കരുതി നീ ഒരു കാര്യത്തിലും ചാടി പുറപ്പെടരുത്. ആർച്ചക്കൊച്ചമ്മയെ പോലും പേടിച്ച് വാലും ചുരുട്ടി നടപ്പാ ആ കൈമൾ മാഷ്. കൈമളിനെ പ്രീതിപ്പെടുത്താൻ സ്കൂളിലെ കുറെ എണ്ണവും. ഞാനോ ഹരിസാറോ ഒഴികെ ആരും നിന്റെ കൂടെ ഉണ്ടാവുമെന്ന് കരുതണ്ട. എനിക്കും തോന്നിയിട്ടുണ്ട് സത്യസന്ധത ഹരിസാറിന് മാത്രമേ ഉള്ളൂ എന്ന്. കഴിഞ്ഞ ദിവസം നിനക്ക് ആ പ്രശ്നമുണ്ടായപ്പോ ദേവൻ സാറിന്റെ കൂടെ ആദ്യാവസാനം ഓടി നടന്നത് ആരാ? ഹരിസാറല്ലേ? ഹരിസാറ് ചെന്ന് എത്ര നേരം കെഞ്ചിയതാണെന്നറിയോ ആ കൈമൾ മാഷിന്റെ അടുത്ത്? എന്തിന്? നിന്നെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തിറക്കണമെന്നും പറഞ്ഞു. എത്ര ആയില്ലേ ദേവേട്ടാ? എത്താറാവുമ്പോ ഞാൻ നിർത്തിക്കോളാം, നീ മിണ്ടായിരുന്നേ. ദേവേട്ട ഫോൺ ബെല്ലടിക്കുന്നുണ്ട് കേട്ടോ. ഫോൺ ബെല്ലടിക്കുന്നു. എനിക്ക് കേൾക്കാം. പിന്നെന്താ എടുക്കാത്തെ? എനിക്ക് രണ്ട് കൈയുള്ളൂ, വണ്ടി ഓടിക്കുന്ന നീ കാണുന്നില്ലേ? എന്നാ ഞാൻ എടുക്കാം. നീ ഒന്നും മിണ്ടായിരുന്നേ. അത്യാവശ്യമുള്ള വല്ല കോളും ആയിരിക്കും ദേവേട്ടാ. അങ്ങനെ അത്യാവശ്യമുള്ളവരൊന്നുമല്ല, നീ മിണ്ടായിരിക്കും. ഓ, അല്ല ഇതെന്താ ഇറങ്ങുന്നില്ലേ? ഇല്ല, എനിക്ക് പോണം. പോവാനോ? തിരുനടയിൽ എത്തിയിട്ട് അകത്ത് കയറി തൊഴാതെ പോവാനോ? ദേവേട്ടൻ വന്നേ. ഇല്ല, എനിക്ക് പോയിട്ട് കുറച്ച് അത്യാവശ്യമുണ്ട്. ദേവേട്ടൻ വെറുതെ കളി പറയാതെ ഇറങ്ങി വാ. ദൈവവിചാരം കഴിഞ്ഞ് മറ്റെന്തും പാടുള്ളൂന്നാ. നീ ഒന്ന് മാറുന്നുണ്ടോ? എനിക്ക് പോണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പോയാ പറ്റില്ലല്ലോ. താക്കോൽ മര്യാദയ്ക്ക് നല്ല കുട്ടിയായിട്ട് വാ, വന്ന് തൊഴുതിട്ട് ബാക്കി കാര്യം. അച്ഛന് നടക്കാൻ പ്രയാസമുണ്ടോ? ഒരു ക്ഷീണം പോലെ. ഏയ്, ഞാൻ സാവധാനത്തിൽ നടന്നു വന്നേ ഉള്ളൂ. ബാങ്കിലെത്താൻ ഇനി സമയം ഒരുപാടുണ്ടല്ലോ. ഇന്നുകൂടി വിശ്രമിക്കാൻ അച്ഛനോട് ഡോക്ടർ പറഞ്ഞതല്ലേ? ബാങ്കിലെ കാര്യം മോൾക്ക് അറിയാഞ്ഞിട്ടാ. ഒന്നാമത് സ്റ്റാഫ് കുറവാ. അതിനിടയിലാ രണ്ടുപേര് ട്രെയിനിങ്ങിനാന്ന് പറഞ്ഞ് പോയിരിക്കുന്നത്. ഇന്നുകൂടി പോകാതിരുന്ന നാളെ എടുത്താൽ തീരാത്തത്ര ജോലി പെൻഡിങ് ആവും. പിന്നെ അതിന്റെ എക്സ്പ്ലനേഷൻ, നോട്ടീസ്, അങ്ങനെ കുറെ നൂലാമാലകൾ. എന്ന് കരുതി സ്വന്തം ആരോഗ്യം നോക്കണ്ടേ അച്ഛാ? അവിടെ ഇരുന്ന് സാവധാനം ഓരോന്ന് ചെയ്യാം. കുറച്ച് വർക്ക് തീർന്ന അത്രയെങ്കിലും ആയല്ലോ. പിന്നെ മോളോടൊരു കാര്യം സംസാരിക്കാമല്ലോ എന്ന് വെച്ചാ അച്ഛൻ നേരത്തെ ഇറങ്ങിയത്. എന്താ അച്ഛാ? വിഷയം മുൻപ് സംസാരിച്ചത് തന്നെ, മോളുടെ കല്യാണക്കാര്യം. അച്ഛാ, ഞാൻ പറയുന്നത് മുഴുവൻ മോളൊന്ന് കേൾക്ക്. വീട്ടിലിരുന്ന് സംസാരിക്കാന്ന് വെച്ചാ നിന്റെ അമ്മ ഒന്ന് ഇടയ്ക്ക് കയറും. എന്തോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ബോട്ടിൽ വിളിച്ചു കയറ്റി എന്നെ ഇവിടെ കൊണ്ടുവന്നിട്ട് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ തന്നെ കേൾക്കണമെന്ന് തനിക്ക് നിർബന്ധമാണോ? എന്നല്ല, പറയാനുള്ളത് എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എനിക്ക് പോകായിരുന്നു. താൻ എങ്ങനെ പോകും? നീന്തി പോയി വെള്ളത്തിലൂടെ? ഓഹോ,
അതോർത്തില്ല. ഓർത്തില്ലെങ്കിൽ ഞാൻ തരാം. എന്താ? ഓ അയ്യോ, അതോർത്തല്ല. ബോട്ടിലാണ് എന്നെ ഇവിടെ കൊണ്ടുവന്ന കാര്യം ഓർത്തില്ല എന്ന് പറയായിരുന്നു. സ്കൂളിന്റെ ഒരു കാര്യത്തിലും ഞാൻ ഇതുവരെ ഇടപെട്ടിട്ടില്ല. നിങ്ങളൊക്കെ കൂടി അത് ഭംഗിയായിട്ട് ചെയ്തോളൂന്ന് കരുതി. ഇപ്പോ ഭംഗിക്ക് എന്തെങ്കിലും കുറവ് വന്നാവോ? സ്കൂളിനെ കുറിച്ച് പരാതികളൊന്നും ഇല്ലെങ്കിലും തന്നെ കുറിച്ച് പല പരാതികളും കേൾക്കുന്നുണ്ടല്ലോ. അയ്യോ, ഞാൻ പരാതി കേൾപ്പിക്കാൻ മാത്രം തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല. എന്താണെന്ന് ചൂണ്ടിക്കാണിച്ചാ തിരുത്താം. നമ്മുടെ സ്കൂളില് കുറച്ചു നാൾ മുമ്പ് ഒരു സംഭവം ഉണ്ടായി. തനിക്ക് ഓർമ്മ ആണ്. 2 കുട്ടികൾ സിഗരറ്റ് വലിച്ചത് ഒരു ടീച്ചർ കണ്ടുപിടിച്ച് പിടികൂടിയ സംഭവം. ഉണ്ട്, ഓർമ്മയുണ്ട്. അല്ലി ടീച്ചറെ അന്ന് ഞാൻ സഹായിക്കാത്തതിന്റെ പേരിലാകും ഈ കുറ്റവിചാരണ. ഞാൻ എന്ത് ചെയ്യാനാ? സഹായിച്ച ആർച്ച കൊച്ചമ്മ പിണങ്ങും, സഹായിച്ചില്ലേ ദേവൻ സാറ് പിണങ്ങും. താൻ എന്താടോ ആലോചിക്കുന്നത്? അല്ല, അത് ഏത് ടീച്ചറാണ് പിടികൂടിയതെന്ന് ആലോചിക്കായിരുന്നു ഞാൻ. അക്കാര്യം ആലോചിക്കാനല്ല തന്നെ ഞാൻ കാണണമെന്ന് പറഞ്ഞത്. ടീച്ചർ ആരും ആയിക്കോട്ടെ, ആ സംഭവത്തില് തുടർന്ന് എന്തെങ്കിലും നടപടി ഉണ്ടായെന്ന് അറിയാനാ. ആർക്കും പരാതിയില്ലായിരുന്നുകൊണ്ട് ആ കേസ് അവസാനിപ്പിച്ചു. ഒരു സ്കൂളിന്റെ തലപ്പത്തിരിക്കുമ്പോ നിങ്ങൾക്ക് ചില ഉത്തരവാദിത്തങ്ങളില്ലേ? സ്കൂളിലെ ഒരു കുട്ടി പോലും ദുശീലങ്ങൾക്ക് അടിമയാവുന്നില്ലെന്ന് ഉറപ്പുവരുത്തേണ്ടത് നിങ്ങളുടെ കടമയല്ലേ? അത് നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയേണ്ടത്. എന്താ ചെയ്യണ്ടേന്ന് പറഞ്ഞാ ഞാൻ ചെയ്തോളാം. ദേവൻ സാറിന്റെ കൂടെ കാറിൽ കണ്ട പെണ്ണ് ഏതായിരിക്കും? ബന്ധുക്കൾ ആരെങ്കിലും ആയിരിക്കോ? ഇവള് തന്നെ ആയിരിക്കും. കഴിഞ്ഞ ദിവസം ദേവേട്ടൻ കല്യാണം കഴിക്കാൻ പോകുന്ന പെണ്ണാണെന്ന് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ അത് ബന്ധു ആയിരിക്കില്ലല്ലോ. ദേവൻ സാറുമായിട്ട് അടുപ്പമുണ്ടെന്ന് ഉറപ്പ്. അല്ലെങ്കിൽ ദേവൻ സാറിന് മൊബൈൽ എങ്ങനെ കിട്ടും? അതുപോലെ കാറിൽ ഒരുമിച്ച് യാത്ര ചെയ്യോ? എന്താ? നീയായിരുന്നോ? ഞാൻ പേടിച്ചു പോയി കൈ എത്ര വിളി വിളിച്ചു കേക്കണ്ടേ? എന്തൊരു സ്വപ്നം കാണാടി ഇത്? ഞാൻ ഓരോന്ന് ആലോചിച്ച്. അത് മനസ്സിലായി. ഇന്നലെ നീ ദേവൻ സാറിനെ കാണാൻ പോയപ്പോഴേ ഞാൻ കരുതി നീ ഇന്ന് ലീവായിരിക്കുമെന്ന്. അതെന്താ? അല്ല, ആദ്യ സമാഗമോ ആയിരുന്നല്ലോ ഇന്നലെ. അതിന്റെ ക്ഷീണം കാണുമെന്ന് വിചാരിച്ചു. ചിപ്പോടി, വേണ്ടാതീനം പറയുന്നോ? വേണ്ടാതീനോ? അതിന് ഞാൻ തെറ്റൊന്നും പറഞ്ഞില്ലല്ലോ. മുൻകൂട്ടി പറഞ്ഞുറപ്പിച്ചതിന് ശേഷം 2 പേരും കൂടി കണ്ടുമുട്ടിയെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. നീ എന്തിനാ വേറെ കാര്യങ്ങളൊക്കെ ചിന്തിക്കാൻ പോയെ? അമ്പടി കള്ളി. അപ്പൊ ഇതൊക്കെയാണല്ലേ നിന്റെ മനസ്സിലിരിപ്പ്? കള്ളിപ്പൂച്ച. നീ ഈ ബ്രേസ്ലെറ്റ് ദേവൻ സാറിന് കൊടുത്തില്ലേ? ഇന്നലെ ഞാനവിടെ വെറുതെ കാത്തു നിന്നത് മിച്ചം. ദേവൻ സാർ വന്നില്ലേ? അതെന്തു പറ്റി? അറിയില്ല. ഞാൻ കുറെ തവണ ഫോൺ ചെയ്തു നോക്കി, എടുക്കുന്നില്ല. ചില നേരത്തെ സ്വിച്ച് ഓഫ്. ഒന്നും മനസ്സിലാവുന്നില്ല. ഇന്നലെ വൈകിട്ട് നമ്മൾ തമ്മിൽ പിരിഞ്ഞ് കുറച്ചു കഴിഞ്ഞപ്പോ ദേവൻ സാറ് ബൈക്കിൽ പോകുന്നത് ഞാൻ കണ്ടു. പുറകില് ദേവൻ സാറിന്റെ ബൈക്കിൽ ഒരു പെണ്ണുണ്ടായിരുന്നു. എന്നെ കണ്ടില്ല. അത് കേട്ട് നീ വിഷമിക്കൊന്നും വേണ്ട. അങ്ങനെയൊന്നും നടക്കുന്ന ആളല്ല ദേവൻ സാറ്. ഞാനും കണ്ടു രാവിലെ കാറില് ഒരു പെണ്ണിനെ കയറ്റി പോകുന്നത്. അതാരാണെന്നാ മനസ്സിലാവാത്തെ? എനിക്കും അറിയില്ല. ഞാനിതുവരെ കണ്ടിട്ടില്ല അവളെ. നിനക്കൊന്നും വിളിച്ചു നോക്കാറുന്നില്ലേ ദേവൻ സാറിനെ? പല പ്രാവശ്യം വിളിച്ചു, എടുക്കുന്നില്ല. എന്തെങ്കിലും തിരക്കിലായിരിക്കും. അതുകൊണ്ടായിരിക്കും ഫോൺ എടുക്കാത്തത്. എന്ത് തിരക്കാണെന്നാ ഞാൻ ആലോചിക്കുന്നത്. കൂടെ ഒരു പെണ്ണുണ്ടല്ലോ, ഇന്നലെ മുതൽ എന്റെ ഫോണും എടുക്കുന്നില്ല.